അമല മനോഹരിയായി വാഴും അമ്മേ മാതാവേ, സുതരിവരൊന്നായി പാടുന്നു നിൻ സ്തുതിഗീതങ്ങൾ. അഖിലർക്കെന്നും ആശ്രയമായി IMSൽ വാഴുന്ന വിമലാംബികെ നിന്നെ വാഴ്ത്തുന്നു. ഓ കന്യാംബികെ നിൻ സ്തുതികൾ പാടുന്നു. അമല മനോഹരിയായി വാഴും അമ്മേ മാതാവേ, സുതരിവരൊന്നായി പാടുന്നു നിൻ സ്തുതിഗീതങ്ങൾ. വേദനയാൽ ആകുലരായി തളരുമ്പോൾ IMS അമ്മേ സുരതാരകറാണി, ആവേ മരിയ ആവേ മരിയ ആവേ മരിയ ആവേ മരിയ. നീതിമാന്റെ കണ്ണീരിന് തമ്പുരാൻ അനുഗ്രഹമാക്കി മാറ്റും. അനുഭവത്തിലൂടെ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുക. ഡിഗ്രി 2008 2009 പരീക്ഷ നടക്കുന്നത്. 2009 പരീക്ഷ നടക്കുന്നു. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു എടുത്തിരുന്നത്. അപ്പം പരീക്ഷ നടക്കുമ്പം നമ്മൾ പഠിക്കാൻ വലിയ കേമനല്ലാത്തത് കൊണ്ടും പഠനത്തിലൊരു ആവറേജ് ആയതുകൊണ്ടും പഠനം നല്ല രീതിയിൽ സാമാന്യം പരിശ്രമിച്ച് തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. 5ാമത്തെ സെമസ്റ്ററാണ്, പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ ശ്രമിക്കുന്ന കാര്യം കേട്ടോ. 5ാമത്തെ സെമസ്റ്റർ അന്ന് പരീക്ഷ നടന്നു. VB എന്ന് പറയുന്ന സബ്ജക്റ്റ്, വിഷ്വൽ ബേസിക്, കുറച്ച് പേർക്ക് അറിയായിരിക്കും, യൂത്തൊക്കെ ഉണ്ടെങ്കിൽ. വിഷ്വൽ ബേസിക് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് പരീക്ഷയ്ക്കായിട്ടിരിക്കുന്നത്. വലിയ കാര്യമായിട്ട് അതിൻ്റെ പുതിയ സബ്ജക്റ്റ് യൂണിവേഴ്സിറ്റി പുതിയതായിട്ട് കൊണ്ടുവന്നു. അതുകൊണ്ട് എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുസ്തകമില്ല ആളുടെയും കയ്യിൽ. എല്ലാവരും നെറ്റിൽ നിന്ന് കുറച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ മേടിച്ച് കുറേ പുസ്തകം രൂപീകരിച്ച് ഏകദേശം എടുത്തിരിക്കുക. നല്ല മിടുക്കന്മാർ അവിടുന്ന് വേറെ കോളേജിൽ നിന്നൊക്കെ പുസ്തകം നല്ല റെഫർ ചെയ്ത് ഏകദേശം രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഏകദേശം എനിക്കും അറിയാവുന്ന രീതിയിലൊക്കെ ഉള്ള ഇൻ്റർനെറ്റൊക്കെ വെച്ച് ഞാനും ഒരു പുസ്തകമൊക്കെ ഏകദേശം കുറച്ച് ആൻസറൊക്കെ പഠിച്ച് ഞാനും ഇരിക്കുക. പരീക്ഷ സമയം എത്തി. തലേദിവസം അന്ന് രാത്രി കൂട്ടുകാരന്മാർക്ക് പറഞ്ഞു ഇന്ന ക്വസ്റ്റ്യൻസ്. ഞാൻ പറഞ്ഞു കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, പല ചോദിക്കുന്നതിന് കണ്ണു മിഴച്ചാണ് നിൽക്കുന്നത്, പലതിനും ആൻസർ എന്ന് പറയത്തില്ല. എന്നാലും പറഞ്ഞു പറയത്തില്ലല്ലോ, താന്നു കൊടുക്കത്തില്ലല്ലോ, ഉള്ള രീതിയിൽ പറഞ്ഞു പഠിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. എന്നാലും എൻ്റെ ഉള്ളിൽ സങ്കടമാണ്. കാരണം അവർക്കൊക്കെ കമ്പൈൻ സ്റ്റഡി നടത്താനായിട്ട് എളുപ്പമാണ്. കാരണം ഏതെങ്കിലും സമയത്ത് ഇറങ്ങിപ്പോകാം. എനിക്ക് ഇറങ്ങിപ്പോകത്തില്ല, സെമിനാരി അല്ലേ. എനിക്ക് അങ്ങനെ ഒരു സങ്കടമുണ്ട്. കാരണം ഇറങ്ങിപ്പോകാൻ പറ്റുന്നില്ല, ഒരു നിസ്സഹായതാവസ്ഥയാണ്. എത്രമാത്രം രീതി ഈ ഫോണിലൂടെ സംസാരിക്കുന്നത്, എത്രമാത്രം കാര്യങ്ങളോ ഈ ഫോണിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ആ പാടെ 10-15 മിനിറ്റ് എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് നിർത്തി. പിന്നെ ഒറ്റയ്ക്കാണ് എന്നാ പഠിക്കുക. ഏതായാലും ഉള്ള രീതിയിലൊക്കെ ആവുന്നൊക്കെ പഠിച്ചു വെച്ചു. കാരണം എനിക്കും അറിയാം അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിച്ചു വെച്ചു. എന്നാലും ഉള്ളിൽ സങ്കടമുണ്ട്. പിറ്റേ ദിവസം പരീക്ഷ എത്തി, രാവിലെയായി. പരീക്ഷയ്ക്ക് ഹോളിലേക്ക് ഇറങ്ങിത്തിരിക്കുക. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സങ്കടം അതൊന്നുമല്ല. ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലോട്ട് കിട്ടി, നോക്കി. ഞങ്ങളെല്ലാം ഒരു ഹോളിൽ 28 പേര് ഇരിപ്പുണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, 28 പേരിരിക്കുന്ന ഹോള്. ക്വസ്റ്റ്യൻ പേപ്പർ എല്ലായിടത്തും കിട്ടി. എല്ലാവരും ഇങ്ങനെ നോക്കി, കൈയടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. സന്തോഷമായി നോക്കിയപ്പോൾ കുറച്ച് ആൻസർ അവിടെയൊക്കെ അറിയാം. 10 മാർക്കിൻ്റെ 15 മാർക്കിൻ്റെ 2-3 അറിയാം. സന്തോഷം. ഏകദേശം എനിക്കൊരു ആശ്വാസമായി, ജയിക്കുമെന്നുള്ള പ്രതീക്ഷ. നോക്കിയപ്പോൾ പുറകിലൊക്കെ ഓരോരുത്തരും കുനിഞ്ഞൊക്കെ ഇരിപ്പുണ്ട്. അവർക്കും വലിയ കാര്യമായിട്ടൊന്നും പിടുത്തമില്ല. നോക്കിയപ്പോൾ എല്ലാവരും ചെറിയ ചെറിയ വാർത്ത. അപ്പം നമുക്ക് സൂചന കിട്ടി ആർക്കും വലിയ പിടുത്തമൊന്നുമില്ല, സാമാന്യം കഷ്ടിച്ചാൽ രക്ഷപ്പെടാം ആ രീതിയിൽ നിൽക്കുന്ന എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിരിക്കുന്നു. സംഭവം ഇതല്ല, സങ്കടം വരുത്തിയത് അതല്ല, തുടർന്നുള്ള സംഭവം. അന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രപതി മരിച്ചുപോയ അബ്ദുൽ കലാം അന്ന് കോളേജിൽ വരിക. കോളേജിൽ അബ്ദുൽ കലാം വരുന്നതിന് നമുക്കറിയാം എല്ലാവിധമായിട്ടുള്ള സജ്ജീകരണങ്ങളുമുണ്ട്. കോളേജ് സജ്ജീകരണങ്ങളെല്ലാം ഓർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ഈ ഇൻവിജിലേറ്റേഴ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെല്ലാം പയ്യെ വലിക്കും അല്ലേ. ഇൻവിജിലേറ്റർ ആയിട്ടുള്ള ടീച്ചേഴ്സിനെ നോക്കാനായിട്ട് ഹോളിൽ നോക്കാനായിട്ട് 2 പേരാണ് ഉണ്ടായിരുന്നത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കും തിരക്കാം. കാരണം സുരക്ഷയുടെ ഭാഗമായിട്ട് അവിടെ നോക്കണം, ഇവിടെ നോക്കണം, അവിടെ നോക്കണം. ഈ ഒരു തക്കം നമ്മുടെ ചങ്കിലാണ് കൊണ്ടത്.
കാരണം നമ്മൾ 28 പേര് ഇരിപ്പുണ്ട്, ഞാനൊരു പകുതിയായിട്ടിരിക്കുന്നു. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം തുടക്കത്തിൽ ആരും 3 മണിക്കൂർ സമയം, കാരണം അറിയാം കറക്റ്റ് എഴുതിയാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. തുടക്കത്തിൽ ആരും പേന അടച്ചു വെച്ച് എല്ലാവരും ഇരിപ്പാ. ആദ്യം ഒരു 10-15 മിനിറ്റ് എങ്ങനെ ഇരിപ്പാ, എല്ലാവരും ഇരിപ്പുന്നുണ്ട്. ഞാനും തൊട്ടില്ല, ഞാനും ഇങ്ങനെ തന്നെ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ ഇരുന്നു, ഇത് തന്നെ നോക്കിയിരിക്കുക. കുറച്ച് സ്ട്രക്കായിട്ട് ഇങ്ങനെ ഇരിക്കുക, എന്നാ സംഭവിക്കുന്നതെന്ന് അറിയണമല്ലോ. സങ്കടം അതല്ല. 20 മിനിറ്റ് കഴിഞ്ഞപ്പം പയ്യെ ടീച്ചേഴ്സ് 1-2 പേരെ വന്ന്, HOD-മാരും പ്രിൻസിപ്പളും ഒക്കെ വന്ന്, ഡീനും വന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്. ഈ ഒരു സൂചന ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ഹോളി മുഴുവൻ. കാരണം നല്ലൊരു സൂചന ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്. പക്ഷെ ഒരാളെ കാണും, ഒരാളകത്ത് കാണും, ഒരാൾ പുറത്തോട്ട് പോകും. ഒരാളകത്ത് കാണും, ഒരാൾ പുറത്തോട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ സംഭവം കുറച്ചും കൂടെ കലുഷിതമായി. 10:40 പയ്യെ ഓരോരുത്തർ പേനാക്കി വെച്ച് 2 മാർക്കിൻ്റെയൊക്കെ എഴുതാൻ തുടങ്ങി. ഞാനും 2 മാർക്കിൻ്റെയൊക്കെ ഉള്ളത് കിട്ടിയൊക്കെ എഴുതാൻ നോക്കുക. പയ്യെ 2 പേരും വലിയാൻ തുടങ്ങി ഹോളിൽ നിന്ന്. സംഭവം കളി മാറിയില്ലേ. ഒരാളത്തേക്കും പയ്യോ സൈഡിൻ്റെ വാതിലിൻ്റെ അവിടെ നിൽക്കുന്ന ഡെസ്ക് ഒരു ശകലം അകത്തോട്ട് കയറ്റി വലിച്ചങ്ങ് മാറ്റി. കാരണം എന്താ, വാതിലിൻ്റെ അടുത്തോട്ട് ഡെസ്ക് പയ്യെ വലിച്ചങ്ങ് മാറ്റി. കാരണം എന്താ, തലയിട്ട് നോക്കിയാൽ എന്നാ, ഡെസ്കിനെ അങ്ങോട്ട് മാറ്റി എന്നാ, ഈ വാതിലിൻ്റെ അങ്ങോട്ട് ഡെസ്ക് വലിഞ്ഞാൽ എന്നാ പ്രശ്നം, എന്നാ തലയിട്ടാൽ ഇങ്ങനെ അല്ലേ, തല ഇങ്ങനെ ഇട്ടാൽ മതി. അന്നേരം എന്നാ ആ വരാന്തയിൽ നിന്ന് അവിടുന്ന് വാടുന്ന് കാണാം. പുറകിൽ നോക്കിയാൽ എന്നാ, പുറകിൽ ആരെങ്കിലും വരുന്നോന്ന് കാണാം. ഒന്നാന്തരം പൊസിഷനാണ്. പയ്യെ ഡെസ്ക് സൈഡിലോട്ട് മാറ്റി ഒന്നാമത് നോക്കി, അവിടെ തലയിടാം, ഇവിടെ തലയിടാം. ഓക്കെ, സെറ്റപ്പ്. സന്തോഷമായി. ഇടയ്ക്ക് സാറന്മാർ ഇറങ്ങിപ്പോകുന്നു. ആദ്യത്തെ റൗണ്ട് 10:50 ഏകദേശം 10:50 കേട്ടോ. അത് പറയുന്ന ഏകദേശം സമയം എൻ്റെ വ്യത്യാസം കാണും. 10:50 ആ സമയം ഏകദേശം 1 മണിക്കൂർ ആകുന്നുള്ളൂ. ആദ്യത്തെ നോട്ടം സാറന്മാർ പോയി. 2 മാർക്കിൻ്റെ എടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഒരു കുറേ ആൻസർ അങ്ങ് പട്ടി വിട്ടു. നമുക്കിത് ചെവി കൂടെ പിടിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം. അല്ലാതെ ഒരു അച്ഛനാകാൻ പഠിക്കുന്ന കൊച്ചല്ല, എന്നെങ്കിലും പറയാൻ പറ്റുമോ? സൈഡിലിരിക്കുന്നവരെല്ലാം നോക്കി എഴുതുക. നമ്മുടെ ചങ്കിത്തീയ എന്നാ സങ്കടം വന്നിട്ടാണ് ഇരിക്കത്തില്ല. വല്ലപ്പോഴും ഒച്ചത്തിൽ വല്ലപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് മാത്രം നമ്മുടെ തലയിൽ കയറുന്നുണ്ട്. അത് കുറച്ച് എഴുതി വെക്കും. ഒച്ചത്തിൽ വല്ലേ അകലേന്നൊക്കെ വിളിച്ചു പറയും, ഇന്ന 2ാമത്തെ ആൻസറിൻ്റെ 3ാമത്തെ 3 പോയിന്റ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് 1 2 3 എന്ന് പറയുമ്പോൾ ആ സാധനം അതെഴുതി വെക്കുന്നുണ്ട്. അത്രയെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റുമോ? സങ്കടം വന്നിട്ട് ഒരു രക്ഷയില്ല. ചോദിക്കാൻ പറ്റുന്നുമില്ല. ചോദിക്കാൻ പറ്റും എന്നാ, കാരണം എന്നാ അച്ഛനാകാൻ പഠിക്കുന്ന ആളിത് ചോദിക്കാൻ പറ്റുമോ? ചങ്ക് തീയ. വീണ്ടും സംഭവം 10-11 അന്ന് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിപ്പോക്കിൻ്റെ എണ്ണം കൂടി. പയ്യെ പേപ്പർ മാറ്റാൻ തുടങ്ങി. ആണുങ്ങളും പെണ്ണുങ്ങളും ഉൾപ്പെടെ 28 പേരുണ്ടെങ്കിൽ 27 എൻ്റെ റോൾ നമ്പർ. ഓരോന്നിനും പേപ്പർ അങ്ങോട്ട് മാറുന്നു ഇങ്ങോട്ട് മാറുന്നു. ഞാൻ ഏറ്റവും നിർലോഭനായിട്ട് കൊള്ളാലോ, ചിരിക്കുന്നു, കൊള്ളാം. നമുക്ക് സങ്കടം കൊണ്ടിരിക്കത്തില്ല. കാരണം എന്നെ എഴുതുന്നത് മുഴുവൻ ആൻസറാണ്. നമ്മളിവിടെ എന്താ കരക്കെറിയുന്ന സാധനം എഴുതുന്നെങ്കിൽ അവരെഴുതുന്ന മുഴുവൻ പോയിന്റുകളാണ്. 2 വ്യത്യാസങ്ങളാണ്. നമ്മൾ തന്നെ കരക്കരിയുന്ന സാധനം ഏതാ? കത്തി വെക്കുക. നമ്മൾ എഴുതി വെക്കുക. മറ്റൊരു 1-ാന്തരം പോയിന്റ് തന്നെ പേപ്പർ വെച്ച് മാറുക. സങ്കടം കൊണ്ട് ഒരു നീതിമാൻ്റെ കണ്ണീരവിടെ വീഴുന്നല്ലേ. ഒരു നീതിമാൻ്റെ കണ്ണീരവിടെ വീഴുന്നു. ഇങ്ങനെ വന്ന് പരീക്ഷ എഴുതി കഴിഞ്ഞു. അവസാനം ഞാൻ അവർക്ക് ഒരു വിദ്യമാൻ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഇങ്ങനെ ഒരു പേപ്പറുണ്ട്, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തരണേ എന്നൊക്കെ പറഞ്ഞൊരു കമൻറ്റോട് പാസ്സാക്കിയ ഒരു പുറത്താണ് അവരൊക്കെ. അന്നത്തെ ഒരു കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിങ്ങനെ സങ്കടം കൊണ്ട് ഇരിക്കപ്പെടുകയില്ല. എഴുതി വെച്ചിരിക്കുന്ന ഒരു പേപ്പർ അഡീഷണൽ പേപ്പറും വെക്കുമ്പോഴെല്ലാം നമ്മൾ കുനിഞ്ഞിരുന്ന ചെരുപ്പ് ഇങ്ങനെ വട്ടം കറക്കുക. കാരണം എന്നാ, കത്തിക്കുമില്ല ഒരു പരിധി അല്ലേ, കത്തിക്കുമില്ല. മേക്കപ്പിനും ഇല്ല ഒരു പരിധി എന്നൊക്കെ പറയുന്ന പോലെ കത്തിക്കുമില്ല ഒരു പരിധി. എന്തോ എഴുതി വെക്കുക ഈ സാധനം മുഴുവൻ. 2 മാർക്കിൻ്റെ സാധനം 15 മാർക്ക് കൊണ്ട് എഴുതി വെക്കുന്നു. അവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് എഴുതി വെക്കുന്നു, ഇവിടെ എഴുതി വെക്കുന്നു. ഇതിനൊക്കെ ഇല്ല ഒരു പരിധിയില്ല. ഇതിനൊക്കെ എത്ര നേരം എഴുതുക? എന്നാണെങ്കിലും 12:25 എൻ്റെ പരീക്ഷ തീർന്നു. 1 മണി വരെ ഉണ്ട്. 12:20 എൻ്റെ കഴിഞ്ഞു. ഇനി എഴുതാനൊന്നുമില്ല. തീർന്നു, സംഭവം എല്ലാം തീർന്നു, വെടിക്കെട്ടെല്ലാം തീർന്നു. 12:30 ഇറക്കി വിടും. 12:30 നൂലൊക്കെ മേടിച്ച് കെട്ടിയിരിക്കുക. കെട്ടൊക്കെ കഴിഞ്ഞു സ്വസ്ഥമായിട്ടിരിക്കുന്നു. നമുക്ക് ഉള്ളിലുള്ള സങ്കടം. 27 മുഖത്തെയും റോസാപ്പൂ, നമ്മുടെ ഇവിടെ മാത്രം ഉണങ്ങിയൊരു ചെമ്പരത്തിപ്പൂ. ഉണങ്ങിയൊരു ചെമ്പരത്തിപ്പൂവിൻ്റെ കൂട്ടി ഇങ്ങനെ വളഞ്ഞു കുത്തിയിരിക്കുക. നമ്മൾ മറ്റൊരു ചുറ്റും എന്നാ നല്ല വിടർന്ന റോസ് പുഷ്പം പോലെ ഓരോ മാർക്കിനും ഉത്തരം കിട്ടി സന്തോഷമായിട്ടിരിക്കുന്ന നമ്മുടെ നീതിമാൻ്റെ സ്വരം മാത്രം എന്താ ഇങ്ങനെ താന്നിരിക്കുന്നു. കുറേ ചിന്തകൾ. ഒരച്ഛനാകുന്നതിൻ്റെ കഷ്ടപ്പാടോ അല്ലെങ്കിൽ ധാർമ്മികത പുലർത്താൻ വേണ്ടി ഞാൻ ചെയ്ത ചില ശ്രമങ്ങളോ അല്ലെങ്കിൽ ഒരു കപടഭക്തനാകാനുള്ള ശ്രമം, കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മാറി ഇറങ്ങിക്കഴിഞ്ഞു. 12:30 ബെല്ലടി സാധനം 1/2 മണിക്കൂർ മുമ്പ് ചാടാമല്ലോ. ചാടി ഒന്നാമത് ഞാൻ ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. എല്ലാവരും 12:40 ഓരോരുത്തരും പുറത്തിറങ്ങി. എല്ലാവരും വന്ന് ഭയങ്കര ആഹ്ലാദ പ്രകടനം. എന്നാലും ജയ്സേ നീ കൊള്ളാട്ടോ,
നീ ഒരു വാക്ക് പോലും എഴുതിയില്ലല്ലോ. കുറേ ആൾക്കാർ ഇഷ്ടം പോലെ ഓരോരുത്തരും വന്ന്, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം. ഞാൻ പറഞ്ഞു കൊള്ളാം, മാർക്ക് വരുമ്പോഴും കൊള്ളാം. നേരെ തിരിച്ചു പോയി. അവസാനത്തെ പരീക്ഷയാണ്. വീണ്ടും ഒരു ഉച്ചപോയി അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നാലും എല്ലാവരും ഈ പ്രോത്സാഹനമൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ മുഴുവൻ ഈ കത്തി, പരീക്ഷയ്ക്ക് എഴുതി വെച്ച കത്തിയുണ്ടല്ലോ, ആ സാധനം ചങ്കിലോട്ട് വീണ്ടും വീണ്ടും കുത്തിക്കൊണ്ടിരിക്കുക. ഏകദേശം ഇങ്ങനെ പൊഴിഞ്ഞു. 2 ദിവസത്തേക്ക് നല്ല സങ്കടം, നല്ല സാമാന്യം നല്ല സങ്കടമൊക്കെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം റിസൾട്ട് വന്നു. 3 മാസം കഴിഞ്ഞു. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അതിൻ്റെ മുമ്പ് അന്വേഷണം വന്നു. 28 പേപ്പർ ഏകദേശം ഒരുപോലെ ഇരിക്കുന്നുണ്ട്. റോൾ നമ്പർ 27 മാത്രം വ്യത്യാസമുണ്ട്. പല രീതിയിൽ അതിൻ്റെ ചർച്ചകൾ നടന്നു, പല രീതിയിൽ അതിൻ്റെ അന്വേഷണങ്ങൾ വന്നു. 27 പേപ്പർ മാത്രം വ്യത്യാസമുണ്ട്. റോൾ നമ്പർ 1 to 28, 112 427 മാത്രം വ്യത്യാസമുണ്ട്. 401 തൊട്ട് 428 വരെ സെയിമാണ്. ഒന്നും പഠിപ്പിച്ച എന്ന രീതിയിലല്ല സാർമാർ ഒരിക്കലും പ്രതീക്ഷിക്കുന്നത്. കാരണം എന്താ, ഒരാൾ മാത്രം പഠിപ്പിച്ച ക്വസ്റ്റ്യൻ രീതിയിലല്ലായിരിക്കും എഴുതിയിരിക്കുന്നത്. കാരണം ബാക്കിയുള്ളവരെല്ലാം സാറ് കൊടുത്ത് അതേ നോട്ടായിരിക്കും എഴുതിയിരിക്കുന്നത്. മറ്റേ ആൾ കുറച്ചും കൂടെ വ്യത്യസ്തത പുലർത്തിയതായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ആർഗ്യുമെൻറ്റ് പോയി. അന്നൊരു നമ്മുടെ ചങ്ക് തീയ. കാരണം എന്താ, ഒരു വെറൈറ്റി പേപ്പറിനുള്ള ഉത്തരത്തിൻ്റെ മാർക്കൊക്കെ എത്രയായിരിക്കും. വീണ്ടും കുറച്ച് 15 ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. സ്നേഹം നിറഞ്ഞവരെ, റിസൾട്ട് വന്നു 75ലാണ്. ഇപ്പോൾ പോലും ആ പേപ്പർ ഇട്ട് നോക്കി എനിക്ക് ഉറപ്പാണ് 20 മാർക്ക് കൂടുതൽ ഇടത്തില്ല. മാർക്ക് എന്നിട്ട് 56 മാർക്ക്. BB 56, യൂണിവേഴ്സിറ്റിയിലെ 3ാമത്തെ മാർക്ക്, കോളേജിലെ 1ാമത്തെ മാർക്ക്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്നേഹം നിറഞ്ഞവരെ, നീതിമാൻ്റെ കണ്ണീരിന് എവിടെയാണെങ്കിലും അതിനൊരു വിലയുണ്ട്. കുടുംബത്തിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഓർത്തു നോക്കിക്കോ, കരയാനൊരു അവസരം കിട്ടിയെങ്കിൽ, തെറ്റ് ചെയ്യാതെ ഒരു അവസരം കിട്ടിയെങ്കിൽ, സ്നേഹം നിറഞ്ഞവർ, അങ്ങനെ അവസരം ഉണ്ടാകണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യുള്ളൂ. കാരണം ആ ഒരു കരച്ചിലിന് തമ്പുരാൻ കാണുന്നുണ്ട്. ആ ഒരു കരച്ചില് തമ്പുരാൻ കാണുന്നുണ്ട്. അതൊരു ഉറപ്പാണ്. ഏതെങ്കിലും രീതിയിൽ എപ്പോഴെങ്കിലും ഒരു കരച്ചിൽ, കരയാനായിട്ട് ഒരു സാഹചര്യം കിട്ടിയെങ്കിൽ, സ്നേഹം നിറഞ്ഞവരെ, ഒരിക്കലും കരയാതിരിക്കല്ലേ. നമ്മൾ കാണുന്ന തുടക്കത്തെ കാണുന്ന അബ്രാഹത്തിൻ്റെ ലോത്തിൻ്റെയും ഒരു സംഭവമുണ്ടല്ലോ. അബ്രാഹത്തിൻ്റെ ലോത്തിൻ്റെയും ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം. അബ്രാഹവും ലോത്തും നമുക്കറിയാം, അവർ സ്വത്ത് ഭാഗം വെക്കുക അല്ലേ, സ്വത്ത് ഭാഗം വെക്കുക. അബ്രാഹവും ലോത്തും സ്വത്ത് ഭാഗം വെക്കുമ്പം പറയുന്ന 13-ാം അധ്യായത്തിൽ വാചകം ഇപ്രകാരമാണ്. അബ്രാഹാം ലോത്തിനോട് പറഞ്ഞു, ശ്രദ്ധിച്ചു നോക്കണേ, നമ്മുടെ വീട്ടിലെ പലവിധ സ്വത്ത് വീതം വെക്കലിനും ഒക്കെയുള്ള ഒരു ആൻസറായത്. പല രീതിയിൽ അസ്വാരസ്യങ്ങൾ, സ്വത്ത് കുറഞ്ഞു പോയെന്നും സ്വത്തില്ലെന്നും ഞങ്ങളെ പറ്റിച്ചെന്നും ചില ചേട്ടൻ കുറച്ച് കൂടുതൽ വാങ്ങിച്ചെന്നും അനിയൻ അപ്പനെ സുഖിപ്പിച്ച് കുറച്ച് കൂടുതൽ ഇങ്ങോട്ട് വാങ്ങിച്ചെന്നും അയച്ചു കൊടുത്ത സ്ത്രീധനത്തിൽ കുറച്ച് കുറവുണ്ടെന്നും ഒക്കെ എപ്പോൾ തോന്നുമ്പോഴും ഈ ഒരു ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിലെ 8-ാമത്തെ ആ ഒരു സംഭാഷണമുണ്ട്. അബ്രാഹവും ലോത്തും നടത്തുന്നൊരു സംഭാഷണം. ശ്രദ്ധിച്ച്, അങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കും. എന്നാലും രക്ഷാകര ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ സംഭവങ്ങളിൽ ഒന്നാണല്ലോ. ശ്രദ്ധിച്ച് കേൾക്കണേ. അബ്രാഹാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാക്കരുത്. വിഭജനം തുടങ്ങുക, സ്വത്ത് വിഭജനം തുടങ്ങുക. കലഹമുണ്ടാക്കരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. ഇതാ ദേശം എല്ലാം നിന്റെ കൺമുമ്പിലുണ്ടല്ലോ. എന്നെ പിരിഞ്ഞു പോവുക, നമുക്ക് സ്വത്ത് വീതം വെക്കാം. ഇടതു ഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലതു ഭാഗത്തേക്ക് പോയിക്കൊള്ളാം. വലതു ഭാഗമാണ് നിനക്കിഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം. ജോർദാന്റെ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. ആരാ? ലോത്ത് കണ്ടു, അനിയൻ കണ്ടു. അത് കർത്താവിൻ്റെ തോട്ടം പോലെയും സേവാറിന് നേരെയുള്ള ഈജിപ്തിലെ മണ്ണ് പോലെയും ആയിരുന്നു. കർത്താവ് സോദോമും ഗൊമോറയും നശിപ്പിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയായിരുന്നു അത്. ഏറ്റവും ഫലഭൂഷ്ടമായിട്ടുള്ള സ്ഥലം, സമതല പ്രദേശം. ലോത്ത് ജോർദാൻ സമതലം തിരഞ്ഞെടുത്തു. അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു. അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രാഹത്തിനാട്ടെ കിട്ടിയത് മുൾപ്പടർപ്പുള്ള മലം പ്രദേശവും. കഷ്ടപ്പെട്ടതായ അബ്രാഹാം
കിട്ടിയതാർക്ക? ലോത്തിന്. സ്നേഹം നിറഞ്ഞവരെ, ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന തിരുവചനങ്ങളിലൂടെ കടന്നു പൊക്കി നോക്കിക്കോ. ദൈവത്തിൻ്റെ കരം കൂടെ ഉണ്ടായിരുന്നത് കണ്ണീരിൻ്റെ വിഭജനത്തിന്. അബ്രാഹാം ഒന്നും മിണ്ടിയില്ല, ഒരു സാധനവും വേണ്ടിയിട്ടില്ല, ഇറങ്ങിത്തിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ലോത്തിൻ്റെ ആഗ്രഹപ്രകാരം സമതല പ്രദേശം, ഏറ്റവും ഫലഭൂഷ്ടമായിട്ടുള്ള പ്രദേശം വിട്ടുകളഞ്ഞ ശേഷം മലം പ്രദേശത്തിലേക്ക് കണ്ണ് നട്ടുകൊണ്ട് അബ്രാഹാം യാത്ര തിരിക്കുമ്പോൾ കണ്ണിൻ്റെ ഇടകോണുകളിൽ കണ്ണീര് കലർത്തിയിട്ടില്ലെന്ന് ഒരു മനുഷ്യനെന്ന രീതിയിൽ ആർക്ക് പറയാനായിട്ട് സാധിക്കും? സ്നേഹം നിറഞ്ഞവരെ, കാരണം ദൈവത്തിൻ്റെ ദൃഷ്ടികൾ അബ്രാഹത്തിൻ്റെ കണ്ണീരിൽ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് ഈ ഒരു കാര്യമാണ്. പ്രത്യേകമാമിതം പ്രാർത്ഥിക്കാം. കുടുംബത്തിൽ ഒരു നീതിമാൻ്റെ കണ്ണീര് തമ്പുരാന് വേണ്ടി നിലവിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. തമ്പുരാൻ അനുവദിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ, തമ്പുരാൻ അംഗീകരിക്കുന്ന, അനുവദിക്കുന്ന ചില കാര്യങ്ങൾ. ആ കാര്യങ്ങൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റുവട്ടങ്ങളൊക്കെ നോക്കുമ്പോൾ ഭയങ്കര സന്തോഷകരമായി മാറും. ജെറമിയായുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു വാക്യമുണ്ട്: കർത്താവേ, ഞാൻ അങ്ങയോട് പരാതിപ്പെടുമ്പോൾ അവിടുന്ന് തന്നെ ആയിരിക്കും നീതിമാൻ, എങ്കിലും എൻ്റെ പരാതി അങ്ങയുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ദുഷ്ടൻ അഭിവൃദ്ധി പ്രാപിക്കുന്നത്, ചതിയന്മാർ ഐശ്വര്യം നേടുന്നത് എന്തുകൊണ്ടാണ്? അങ്ങ് അവരെ നടന്നു, അവർ വേര് പിടിച്ച് വളർന്ന് ഫലം പുറപ്പെടുവിക്കുന്നു. അവരുടെ നാവിൽ എപ്പോഴും അവിടുന്നുണ്ട്, ഹൃദയത്തിലാകട്ടെ അങ്ങേക്ക് സ്ഥാനവുമില്ല. ചുറ്റുവട്ടങ്ങളിൽ ഒന്ന് നോക്കിയാൽ മതി. യുദ്ധമാത്രം തമ്പുരാനോട് അടുത്ത് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് വലിയ ഉയർച്ചയൊന്നുമില്ല. ഇത് ജെറമ്യ പ്രവാചകന്റെ ഒരു സങ്കടമായി പറയുക. എന്തുകൊണ്ടാണ് ദുഷ്ടന്മാരെല്ലാം അഭിവൃദ്ധി പ്രാപിക്കുന്നത്? എന്തേ അവരെല്ലാം നേട്ടങ്ങൾ കൈവരിക്കുന്നത്? ഈ നീതിമാനാണ്, തമ്പുരാന്റെ കൽപ്പനകൾ മുഴുവൻ പാലിച്ചിട്ടും എൻ്റെ ഉള്ളിൽ മാത്രം എന്തേ, എൻ്റെ വീട്ടിൽ മാത്രം എന്തേ ഈ സമ്പത്തൊന്നും വരാത്തത്? ഒരു ക്വസ്റ്റ്യൻ അല്ലേ? സാധാരണ ഒരു ക്വസ്റ്റ്യൻ, എനിക്കുള്ള ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് നമ്മൾ പറയും ദുഷ്ടനെ ദൈവം പല പോള് വളർത്തു എന്നൊക്കെ പറഞ്ഞൊരു വചനം ഇട്ട് നമ്മളെ പറ്റിക്കുകയാണോ തമ്പുരാൻ? അല്ലേ, ഒരു ക്വസ്റ്റ്യനാണ്. സാധാരണ ഒരു പാവപ്പെട്ട ഒരാളുടെ മനസ്സിലുണ്ടാകുന്ന ക്വസ്റ്റ്യനാണ്. അല്ല, ഒരു പഠനമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയെ എല്ലാവിധ വലിയ സ്വഭാവത്താൽ നടക്കുന്നില്ലാത്തവനൊക്കെ നല്ല മാർക്കാ. അല്ല, ബിസിനസ് രംഗത്ത്, കച്ചവട രംഗത്ത് നോക്കിയേ കുറച്ച് കൃത്രിമം കാട്ടുന്നവനൊക്കെ ഉയർച്ചയുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, നീതിമാന്റെ സന്തോഷിക്കണമെന്നില്ല. നീതിമാൻ ഒരിക്കലും സന്തോഷിക്കണമെന്നില്ല, പക്ഷേ ആനന്ദമായിരിക്കും അവൻ്റെ നെഞ്ചിൽ. കട്ടിയുള്ള വാക്കാണ്. നീതിമാൻ ഒരിക്കലും സന്തോഷിക്കണമെന്നില്ല, പക്ഷേ ആനന്ദമായിരിക്കും അവൻ്റെ നെഞ്ചിൽ. രണ്ട് വാക്കുകളുണ്ട്, സന്തോഷം, ആനന്ദം. രണ്ട് വാക്കുകളും ഇംഗ്ലീഷ് രണ്ട് വാക്കുകൾ തന്നെ ഉപയോഗിക്കുക. സന്തോഷത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ് പ്ലഷർ, PLESURE, പ്ലഷർ. ആനന്ദത്തിന് ഉപയോഗിക്കുന്ന വാക്ക് ഹാപ്പിനെസ് അല്ലെങ്കിൽ ജോയ്ഫുൾ. ഹാപ്പിനെസ് അല്ലെങ്കിൽ ജോയ്ഫുൾ, അല്ലേ? നമുക്കറിയാം രണ്ട് വാക്കുകൾ. ഈ സന്തോഷവും ആനന്ദവും തമ്മിൽ വ്യത്യാസമുണ്ട്. നീതിമാൻ സന്തോഷിക്കണമെന്നില്ല, പക്ഷേ അവൻ്റെ ഉള്ളിൽ, അവൻ്റെ നെഞ്ചിൽ ആനന്ദമുണ്ട്. ഈ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക. ഈ ഒരു കാര്യം ഉറപ്പാണെങ്കിൽ ഈ ഒരു വാക്ക് നമ്മൾ ഒരിക്കലും, ഈ ജെറമ്യ പ്രവാചകൻ പറഞ്ഞ വാക്കുണ്ടല്ലോ 12-ാം അധ്യായത്തിലെ ജെറമ്യ 12 വാക്യം ഇപ്രകാരം നമ്മൾ വായിച്ചു കേട്ടു, അല്ലേ? എന്തുകൊണ്ടാണ് ദുഷ്ടൻ അഭിവൃദ്ധി പ്രാപിക്കുന്നത്, ചതിയന്മാർ ഐശ്വര്യം നേടുന്നത് എന്തുകൊണ്ടാണ്? അങ്ങ് അവരെ നടുന്നു, അവർ വേര് പിടിച്ച് വളർന്ന് ഫലം പുറപ്പെടുവിക്കുന്നു. അവരുടെ നാവിൽ എപ്പോഴും അവിടുന്നുണ്ട്, ഹൃദയത്തിലാകട്ടെ അങ്ങേക്ക് സ്ഥാനവുമില്ല. ലോകത്തിലെ ഒരു നീതിമാന്റെ സന്തോഷം അത് ചില പാടാ. അതുകൊണ്ടാണല്ലോ നമ്മൾ ആദ്യം തുടക്കത്തിൽ കാണുന്ന ഈ യൗസേപ്പ് പിതാവിനും സ്നാപക യോഹന്നാനും പരിശുദ്ധ കന്യാമറിയത്തിനും ഒക്കെ ഈ സന്തോഷം കുറവാ. അവരുടെ ഉള്ളിൽ എന്താ? സ്ത്രീകളിൽ നീ ഭാഗ്യവതി. അവർ ആനന്ദം എന്നുള്ള വാക്ക് ഉപയോഗിക്കുക, സന്തോഷം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക.
ആനന്ദം എന്നുള്ള വാക്ക് ഉപയോഗിക്കുക അല്ലേ? ആനന്ദം എന്നുള്ള വാക്ക്, സന്തോഷം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല. രണ്ടിനും രണ്ട് അർത്ഥങ്ങളുണ്ട്, സന്തോഷവും ആനന്ദവും. ഈ സന്തോഷം എങ്ങനെ കിട്ടുക? ഈ ആനന്ദം എങ്ങനെ കിട്ടുക? സന്തോഷം തരുന്നത് വസ്തുക്കളും വ്യക്തികളുമാണ്. The persons and objects. But it is not permanent. It is just a temporary. ഇത് താൽക്കാലികം മാത്രമാണ്. സന്തോഷം തരുന്നത് വസ്തുക്കളും വ്യക്തികളുമാണ്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് പെർമനന്റ്. സ്ഥിരമല്ല, താൽക്കാലികമാണ്. സന്തോഷത്തിൻ്റെ പ്രത്യേകതയാണ്. ഏത് സന്തോഷം നിങ്ങളെടുത്തു, വസ്തുക്കളും വ്യക്തികളും ഇതല്ലാതെ ഇത് കൂടി എപ്പോഴും സന്തോഷം നൽകും. പുതിയൊരു വാച്ച് കിട്ടി സന്തോഷമായി. എന്ത് സന്തോഷം? പട്ടത്തിന് സമ്മാനം കിട്ടിയതാ, അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പം വലിയ സന്തോഷമൊന്നുമില്ല. ഒരു പുതിയ മൊബൈൽ മേടിച്ചു, വസ്തുക്കൾ കൊണ്ടിരുന്ന ഭയങ്കര സന്തോഷമാണ്. എത്ര നാളത്തേക്ക്? മൊബൈൽ പുത്തം മേടിച്ച എല്ലാവരുടെ അനുഭവം, നിങ്ങൾ എല്ലാവരുടെ അനുഭവം എടുത്ത് നോക്കൂ. മൊബൈൽ മേടിച്ച് 4 മാസത്തിനപ്പുറം ആ സന്തോഷമുണ്ടെന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഒന്ന് കൈപോക്കാവോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ 10,000, 20,000, 25,000, 30,000 ആപ്പിളോ 1.5 മേടിച്ചെന്ന് പറയാം. 5 മാസത്തിനപ്പുറം അതിൻ്റെ സന്തോഷമുണ്ടെന്ന് പറയാൻ പറ്റുന്നവർ. വസ്തുക്കള് സന്തോഷം നൽകുന്നു, അല്ലെ വ്യക്തികൾ? ഏതെങ്കിലും വ്യക്തികൾ എടുത്തു നോക്കിയോ, ഏതെങ്കിലും ബന്ധങ്ങൾ ചുമ്മാ തുറന്നു നോക്കിക്കോ. വ്യക്തികൾ കൊണ്ടുവരുന്ന സന്തോഷം, ചില സുഹൃത്ത് ബന്ധങ്ങളോ ചില ബന്ധുക്കളുടെ ബന്ധങ്ങളോ, ഏതെങ്കിലും അതിൻ്റേതല്ലാത്ത രീതിയിൽ, ആനന്ദം നൽകാത്ത രീതിയിൽ, കള്ളുകുടിയുടെയോ ചീട്ടുകളിയുടെയോ ഏതെങ്കിലും അതിൻ്റെ അധാർമികമായ രീതിയിൽ കിട്ടുന്ന സന്തോഷങ്ങൾ നോക്കിക്കേ. വസ്തുക്കളും വ്യക്തികളുമാണ് സന്തോഷം നൽകുക, പക്ഷേ ആനന്ദമാല നൽകുക. ആനന്ദം തമ്പുരാൻ്റെയാണ്.